ഓക്കെ, ന്യൂക്ലിയസിന്റെ ഔട്ട്സൈഡ് ആണ് ഇലക്ട്രോൺസ് ഉള്ളത്. സോ ഇലക്ട്രിക്കലി ഓക്കെ, ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ്ലി ചാർജ് ആണ് നമ്മൾ പറഞ്ഞു, മനസ്സിലായി. ഇനി ഇവിടെ the number of protons in the nucleus that is equal to the number of electrons. പ്രോട്ടോൺസിന്റെ ഇലക്ട്രോൺസിന്റെ നമ്പർ സെയിം ആണ്. പ്രോട്ടോൺസിന്റെ നമ്പർ തന്നെയാണ് നമ്മുടെ അറ്റോമിക് നമ്പർ. ഓക്കെ, ഇനി അറ്റോമിക് നമ്പർ ഇപ്പൊ നമുക്ക് ഒരു കൺക്ലൂഷനിലെത്താം. അറ്റോമിക് നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ. The number of proton is equal to the number of electrons in the nucleus. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ എണ്ണമാണ്. ഈ പ്രോട്ടോൺ എത്ര എണ്ണം ഉണ്ടോ? പ്രോട്ടോൺ ഇപ്പൊ നമുക്ക് 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ സെയിം തന്നെയാണ് ഇലക്ട്രോണിന്റെ നമ്പർ 10 ആണുള്ളത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് മനസ്സിലായല്ലോ. അറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കുക. അറ്റോമിക് നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഇനി ദ ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ഡിഫറെന്റ്. നമുക്കറിയാം അവർ ഡിഫറെൻ്റ് ആണ്. കാരണം ഹൈഡ്രജൻ്റെ അകത്ത് 1 പ്രോട്ടോണേ ഉള്ളൂ, പക്ഷേ ഹീലിയം ന്യൂക്ലിയസിന്റെ അകത്ത് 2 പ്രോട്ടോൺ ഉണ്ട്. ഇപ്പൊ ഇവരുടെ അറ്റോമിക് നമ്പർ ഡിഫറെന്റ് അല്ലേ? ദാറ്റ് ഈസ് അറ്റോമിക് നമ്പർ ഈസ് 1 ആൻഡ് അറ്റോമിക് നമ്പർ ഈസ് 2. ഹീലിയത്തിന്റെ 2 പ്രോട്ടോൺ ഉണ്ട്. അപ്പൊ പ്രോട്ടോണിന്റെ നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഹീലിയം. ഓക്കെ, റുദർഫോർഡ് ആറ്റം മോഡലിന്റെ അകത്ത് നമ്മൾ പഠിച്ചത് എന്താ? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു മാസ് ആറ്റത്തിന്റെ സെന്ററിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതിനെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. സോ ഈ ന്യൂക്ലിയസിന്റെ അകത്ത് here is the presence of 2 heavy particles, that is proton and neutron in the nucleus, and this both of these particles is called nucleons. See, ആറ്റത്തിന്റെ മക്കളെ നോക്കിയേ, ഈ ആറ്റത്തിന്റെ സെന്റർ ന്യൂക്ലിയസിലാണ് പ്രോട്ടോണും പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പ്രോട്ടോണും അൺചാർജഡ് ആയിട്ടുള്ള എന്നത് 0 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ് ന്യൂട്രോണും ഉള്ളത്. അതായത് ഈ ന്യൂക്ലിയസിലാണ് പ്രോട്ടോണും അതേപോലെ ന്യൂട്രോണും ഉള്ളത്. ഇലക്ട്രോൺ ദാ ഈ ഔട്ടർ സൈഡിലാണ് ഇലക്ട്രോണിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? അപ്പോ ഈ 2 എണ്ണത്തിനെയും കൂടെ ചേർന്ന് ഈ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ചേരുന്നതാണ് ന്യൂക്ലിയോൺ എന്ന് ന്യൂക്ലിയോൺസ് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതുവരെ പഠിച്ചത് പ്രകാരം ഇലക്ട്രോൺസിന്റെ നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോട്ടോൺസിന്റെ നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ. ഓക്കെ ആണല്ലോ? ഇനി നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും, ഇനി അതിനെ ഞാൻ ന്യൂക്ലിയോൺ എന്നേ പറയുള്ളൂ. സോ ഈ ന്യൂക്ലിയോൺ, ദ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഈസ് കോൾഡ് മാസ് നമ്പർ. ഓക്കെ, കാരണം നമ്മുടെ റൂദർഫോർഡ് ആറ്റം മോഡൽ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഒരാറ്റത്തിന്റെ ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ സെൻട്രൽ ആയിട്ടുള്ള ന്യൂക്ലിയസിലാണ്. കാരണം പിന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അവരുടെ മാസ് ഹെവി ആയിരിക്കും. നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനും വെയിറ്റ് ഉണ്ട്, പക്ഷെ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ വെയിറ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പോൾ മാസ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനാണ്. പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കാണുന്ന എവിടെയാ? ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ. അവിടെ പ്രോട്ടോൺസ് മാത്രമേ ഉള്ളൂ, ന്യൂട്രോൺസും ഉണ്ട്. പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും ഉണ്ട്, ചാർജ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. ഇവർ 2 പേരും കൂടെയാണ് നമ്മുടെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ അകത്ത് സെന്ററിൽ കയറിയിരിക്കുന്നത്. സോ ഇവരെ നമ്മൾ ന്യൂക്ലിയോൺസ് വിളിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ന്യൂക്ലിയോൺസിനെയാണ് നമ്മൾ മാസ് നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സിംപ്ലി ഇവിടെ മാസ് നമ്പർ ദാറ്റ് ഈസ് എ ഈക്വൽ ടു റെപ്രസെന്റ് ചെയ്യുന്ന എ ആയിട്ടാണ്. സോ മാസ് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ന്യൂക്ലിയോൺ നമ്മൾ പറഞ്ഞല്ലോ, പ്രോട്ടോണിനെ ന്യൂട്രോണിനെ നമ്മൾ പറഞ്ഞു. ഈ പറയുന്ന ഈ മാസ് നമ്പറാണ് എ എന്ന് പറയുന്ന മാസ് നമ്പറിലൂടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് എത്ര പ്രോട്ടോണും എത്ര ന്യൂട്രോണും ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇനി അറ്റോമിക് നമ്പർ ആണെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടിരിക്കണം.
റെപ്രസെൻ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നമ്മുടെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇതൊക്കെ ആരാണ് ഡിസ്കവർ ചെയ്യുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ഷോർട്ട് കട്ടാണ്. ഓക്കെ, അതായത് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രോട്ടോൺ, പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺ ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ, ദെൻ ചാർജ്ലെസ് ആയിട്ടുള്ള നമ്മുടെ ന്യൂട്രോൺ. സോ പ്രോട്ടോൺ കണ്ടുപിടിച്ച ആൾ PEN, പെൻ എന്ന് നമുക്ക് ഈ പറയുന്ന 3 സബ് പാർട്ടിക്കിൾസിനെ പറയാൻ പറ്റും. അറ്റോമിക് പാർട്ടിക്കിൾസിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു ഷോർട്ട് ട്രിക്കാണ് കേട്ടോ, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി. ഓക്കെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓർത്തിരിക്കാം, അല്ലെങ്കിൽ ഇത് വിട്ടേക്കാം. ഓക്കെ, ETC എന്നുള്ളതാണ് ഇതിൻ്റെ കോഡ്. അതായത് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. ഓക്കെ, ഏണസ്റ്റ് റൂദർഫോർഡ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്. ഓക്കെ, ഇതാണ് പെൻ ETC എന്നതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രോട്ടോൺ ബൈ ഏണസ്റ്റ് റൂദർഫോർഡ് ആൻഡ് ഇലക്ട്രോൺ ബൈ തോംസൺ ആൻഡ് ന്യൂട്രോൺ ബൈ ചാഡ്വിക്. ഓക്കെ, സോ അറ്റോമിക് നമ്പറിനെ നമുക്ക് X എന്ന് പറയുന്ന സിമ്പിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. മാസ് നമ്പറിനെ നമുക്ക് A എന്നുള്ള ലെറ്ററിൽ ഞാൻ സിമ്പിൾ ചെയ്യുവാണ് എങ്കിൽ ദാ നോക്കിക്കേ, എനിക്ക് ഈ രീതിയിലൂടെ റെപ്രസെന്റ് ചെയ്യാം. സോ നോക്കിക്കേ മക്കളെ, ഈ X എന്ന് പറയുന്നത് ഒരു എലമെന്റിനെയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. X എന്ന് പറയുന്ന ഒരു എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. A എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ, ദെൻ Z എന്ന് പറയുന്നത് മാസ് നമ്പർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് കാർബൺ. ഓക്കെ, C12 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് മാക്സിമം എന്തെല്ലാം ഇൻഫോർമേഷൻസ് കിട്ടും ഇതുവരെ പഠിച്ചത് വെച്ച്? അറ്റോമിക് നമ്പർ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു, അതേപോലെ മാസ് നമ്പർ എന്തൊക്കെ ചേരുന്നതാണ് നമ്മൾ പറഞ്ഞു. ന്യൂക്ലിയോൺസിന്റെ എണ്ണമാണ് മാസ് നമ്പർ. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. Z എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്, മാസ് നമ്പർ. ദെൻ അറ്റോമിക് നമ്പർ ആണ് A എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ്, ഇതുവരെ കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് ഈ പറയുന്ന മാസ് നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂക്ലിയോൺ അല്ലേ? ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് അറ്റോമിക് നമ്പർ ആണ് 6. ഒരിക്കൽ കൂടെ എല്ലാം പറയാണ്. സോ ഇവിടെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് Z. ഓക്കെ, ഇത് ഈ X എന്ന് പറയുന്ന എലമെന്റ് ആണ്. അറ്റോമിക് നമ്പർ ആണ് Z. ഇനി മാസ് നമ്പർ നമ്മൾ ഏറ്റവും മേളിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അത് A ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി ഇത് മാസ് നമ്പർ, ഇത് അറ്റോമിക് നമ്പർ. ഓക്കെ, Z എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് ഏത് രീതിയിൽ ഡിഫൈൻ ചെയ്യാം? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ അത് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിന്റെ എണ്ണം, പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. അതേസമയം അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് C12 ആൻഡ് C6 എന്ന് പറയുന്ന ഒരു എലമെന്റ്. അപ്പൊ കാർബണിന്റെ ആണ് നമ്മൾ തന്നിരിക്കുന്നത്. ഓക്കെ, ഈ X എന്ന് പറയുന്നത് കാർബണും, ദെൻ A എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് മാസ് നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് 12ഉം, അറ്റോമിക് നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് 6ഉം ആണ്. സോ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ the atomic number 6 means atomic number that is equal to number of electrons and the number of protons. Number of electron and number of proton 6. ഇനി മാസ് നമ്പർ, ഏറ്റവും മേളിൽ കിടക്കുന്ന മാസ് നമ്പർ എങ്ങനെയാണ് നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്തൂടെ? ഓക്കെ, അതായത് ദാറ്റ് ഈസ് 12. 6 പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതായത്
ദാ ഇവിടെ നോക്കിയേ, ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഇലക്ട്രോണും കിട്ടും, ന്യൂട്രോണും കിട്ടും, പ്രോട്ടോണും കിട്ടും. എങ്ങനെ കിട്ടും? പ്രോട്ടോണിന്റെ നമ്പർ തന്നെയാണ് ഇലക്ട്രോണിന്റെ നമ്പർ. എവിടെ? അറ്റോമിക് നമ്പറിൽ. അപ്പോൾ അറ്റോമിക് നമ്പർ 6 ആണ്. ഇലക്ട്രോണും പ്രോട്ടോണും ഈക്വൽ ആണ്, അത് 6 ആണ്. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ നിങ്ങൾ ന്യൂട്രോൺ കണ്ടുപിടിക്കും? പ്രോട്ടോണിന്റെ നമ്പർ 6 അല്ലേ? ഓക്കെ, ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ്? 12 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് പ്രോട്ടോൺ എത്രയുണ്ടെന്ന് നമുക്കറിയാമല്ലോ. പ്രോട്ടോൺ എത്രയാ? 6 ഉണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. ഈ 6 എന്നുള്ളതാണ് ന്യൂട്രോണിന്റെ നമ്പർ. കാരണം 6 + 6 ആണ് നമുക്ക്. ശരി, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ ഓക്സിജന്റെ 8 and 6. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് നോക്കാം. സോ ഇവിടെ മാസ് നമ്പർ തന്നിട്ടുള്ളത് 18ഉം അറ്റോമിക് നമ്പർ തന്നിട്ടുള്ളത് 6ഉമായിട്ടാണ് എങ്കിൽ നിങ്ങൾ എങ്ങനെ ഇതിൻ്റെ അകത്ത് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ കണ്ടുപിടിക്കും? ഓക്കെ, സോ ഇവിടെ മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്. അതേസമയം അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോൺ ഈക്വൽ ടു ഇലക്ട്രോൺ ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? പിന്നെ മാസ് നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നത് 18 ആണ്. അറ്റോമിക് നമ്പർ കൊടുത്തിരിക്കുന്നത് 6 ആണ്. സോ പ്രോട്ടോൺ നമുക്ക് എത്ര കിട്ടി? പ്രോട്ടോൺ നമുക്ക് എത്ര കിട്ടി? 6. ഇലക്ട്രോണിന്റെ നമ്പറും 6. ന്യൂട്രോൺ എത്രയായിരിക്കും? ഈ തന്നിരിക്കുന്ന 18 - 6 ദാറ്റ് ഈസ് ഇക്വൽ ടു 12 ആയിരിക്കും നമ്മുടെ ന്യൂട്രോണിന്റെ നമ്പർ. ഓക്കെ, ഞാൻ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടൊരു എക്സാമ്പിൾ തന്നതേ ഉള്ളൂ. സോ ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കണം. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. ഒരു അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒരു എലമെന്റിനെ തന്നു കഴിഞ്ഞാൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോണിന്റെ നമ്പർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആയിരിക്കണം. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിന്റെ എനർജി ലെവലിനെ പറ്റിയൊക്കെ പഠിച്ചു. ഓക്കെ, ഓരോ ഷെല്ലുകളെ പറ്റി പഠിച്ചു. എത്ര ഇലക്ട്രോൺസ് ഓരോ ഷെല്ലിന്റെ അകത്തും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു. ഓക്കെ, നമ്മൾ പറഞ്ഞു KLMN എന്നുള്ള രീതിയിൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിട്ടുള്ള n എപ്പോഴും 1, 2, 3 ഒക്കെ ആയിരിക്കും. ഓക്കെ, ദെൻ KLMN എന്ന് പറയുന്ന ലെറ്റേഴ്സിലായിരിക്കും നമ്മുടെ എനർജി ലെവല് അല്ലെങ്കിൽ ഷെല്ലുകളെ നമ്മൾ ഓർബിറ്റുകളെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി M ഷെല്ലിന്റെ അകത്ത് മാക്സിമം കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ നമ്പർ എന്ന് വെച്ചാൽ നമുക്ക് ഈ 2n² എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ച് നോക്കാം. KLMN ദാറ്റ് ഈസ് M എന്ന് പറയുന്നത് n എത്രയായിരിക്കും? അവിടെ 3 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ മാക്സിമം എത്രത്തോളം ഇലക്ട്രോൺസ് ഈ പറയുന്ന ഷെല്ലിൻ്റെ അകത്ത് ഒക്കുപ്പൈ ചെയ്യും? നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ അകത്ത് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള പോലെ ഒരു KLMN പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിട്ടുള്ള 1, 2, 3, 4 എന്നുള്ള രീതിയിലാണ് എന്നിനെ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. 2n² നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ K ഷെല്ലിൻ്റെ അകത്ത് 2 ഇലക്ട്രോണും L ഷെല്ലിൻ്റെ അകത്ത് 8 ഇലക്ട്രോണും എമ്മിൻ്റെ അകത്ത് 18 ഇലക്ട്രോണും എന്നിൻ്റെ അകത്ത് 32 ഇലക്ട്രോണും എന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി. ഓക്കെ, അത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നോക്കി പോവുക. അപ്പോൾ ഓരോ ഷെല്ലിലും ഓരോ ഇലക്ട്രോൺസും അതിന്റെ എനർജി ലെവൽ അനുസരിച്ചാണ് ഓക്യുപ്പൈ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇവിടെ മറ്റൊരു പ്രത്യേകത, ഓരോ ഷെല്ലും ഇപ്പോൾ ഈ K ഷെല്ലിന്റെ അകത്തുള്ള 2 ഇലക്ട്രോൺസിനെ ഓക്യുപ്പൈ ചെയ്തിട്ടേ അവിടെ 2 ഇലക്ട്രോൺസ് നിന്ന് അവിടെ ഉണ്ടായിരിക്കണം. അവിടെ ഫില്ല് ചെയ്ത ശേഷം മാത്രമേ L എന്ന് പറയുന്ന ഷെല്ലിലേക്ക് അടുത്ത ഇലക്ട്രോൺ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള സീറ്റിൽ കയറി ഇരിക്കുന്നത് പോലെ ഇലക്ട്രോൺസിന് ഇരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഓരോ ഷെല്ലും കവർ ചെയ്ത് വേണം അവർക്ക് അടുത്ത ഷെല്ലുകളിലേക്ക് പോകാനായിട്ട്. ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഇലക്ട്രോണേ അവർക്കുള്ളൂ. അപ്പോൾ അവർക്ക് Lലോ Mലോ Nലോ ഒന്നും പോയിരിക്കാൻ പറ്റൂല. K ഷെല്ലിൻ്റെ അകത്ത് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കാര്യം അവിടെ 2 ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യാനുള്ള സീറ്റ് ഉണ്ട്, പക്ഷെ ഒരാളെ അവിടെ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇനി
അപ്പോൾ ഇവരുടെ ഹൈഡ്രജന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1 എന്നുള്ള രീതിയിലാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. സി നോക്കിക്കേ, ഹൈഡ്രജന്റെ കോൺഫിഗറേഷൻ 1. ഒരു ആറ്റത്തിന്റെ പുറത്തുള്ള ഇലക്ട്രോൺ കണ്ടോ ഇരിക്കുന്നേ, ഒരാളേ ഉള്ളൂ, ഒറ്റ ഒരു ഷെല്ലേ ഉള്ളൂ. ഇനി ഹീലിയത്തിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടല്ലോ, ഹീലിയത്തിന് 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതാ നോക്കിക്കേ, ഹീലിയം ഇവിടെ 2 പേരെ ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്, 2 ഇലക്ട്രോൺസിനെ ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്, ഈ 2 ഇലക്ട്രോൺസിനെയും ഒരു കെ എന്ന് പറയുന്ന ഷെല്ലിന്റെ അകത്ത് ഒക്കുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഷെല്ല് അടുത്ത ഓർബിറ്റിലേക്ക് വേണം പോകാനായിട്ട്. ഓക്കെ, നമ്മൾ ലിഥിയത്തിന്റെ 2 ഷെല്ലുകൾ നമുക്ക് കാണാം. കാരണം ഇവിടെ 3 ഇലക്ട്രോണുകളാണുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണിനെ അവർക്ക് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റും? അവർക്ക് 8 പറ്റില്ലേ? 2n² വെച്ചിട്ടാണ് നോക്കേണ്ടത്. ഓക്കെ, 8 പറ്റും, പക്ഷെ ഒരെണ്ണേ അവിടെ വന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി എന്താ അടുത്ത കാര്യം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവരെന്ത് ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. സോ അപ്പോൾ ഈ ലിഥിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓരോ സബ്ഷെല്ലുകളും KLMN എന്ന് പറയുന്ന ഓരോ സബ്ഷെല്ലുകളിലും എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്നാണ് നമ്മൾ ഈ കോൺഫിഗറേഷൻ വഴി റെപ്രസെന്റ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ ആ ഒരു എനർജി ലെവലുകളെ, ഇലക്ട്രോൺസ് ഏതൊക്കെ രീതിയിലാണ് ഇരിക്കുന്നത് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് മനസ്സിലായത്, ലിഥിയത്തിന്റെ കേസ് വന്നപ്പോഴത്തേക്കും ആദ്യത്തെ ഷെല്ല് 2 കംപ്ലീറ്റ് ചെയ്തു, രണ്ടാമത്തെ ഷെല്ല് ഒരാളെ ഉള്ളൂ, അവിടെ ഒരു ഇലക്ട്രോണെ ഉള്ളൂ റെപ്രസെന്റ് ചെയ്യാൻ. സോ നമുക്ക് ലിഥിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 2-1 എന്ന് എഴുതാം. ഹൈഡ്രജന്റെ 1 എന്ന് എഴുതാം, ഹീലിയത്തിന്റെ 2 എഴുതാം, ലിഥിയത്തിന്റെ വന്നപ്പോൾ 2-1 എന്നെഴുതാം. ഇനി ഇപ്പോ ബെറിലിയം എന്ന് പറയുന്ന ഒരു എലമെന്റിനെ നോക്കുവാണെങ്കിൽ സെക്കൻഡ് ഷെല്ലില് L എന്ന് പറയുന്ന സബ് ഷെല്ലിന്റെ അകത്ത് 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അവരുടെ കോൺഫിഗറേഷൻ എന്തായിരിക്കും? ആദ്യത്തെ ഷെല്ല് കംപ്ലീറ്റ് ആയി, 2 എന്ന് എഴുതാം. ദെൻ രണ്ടാമത്തെ ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ഓക്കെ, അപ്പൊ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ അകത്ത്, ഈ ഏറ്റവും പുറത്തുള്ള ഷെല്ലിന്റെ അകത്ത് ഉള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, വാലൻസി എന്നതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ അകത്ത്, ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ അകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അവരുടെ എണ്ണമാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ വാലൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വാലൻസ് ഇലക്ട്രോൺ ആയിരിക്കും മറ്റ് എലമെന്റ്സുമായിട്ട് റിയാക്ട് ചെയ്യാൻ പോകാവുന്നത്. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത് ഈ പറയുന്ന വാലൻസ് ഇലക്ട്രോൺ ആയിട്ട് ആയിരിക്കും. സോ ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഡിറ്റർമൈൻ ദാറ്റ് കമ്പൈനിങ് ആക്ടിവിറ്റി ഓഫ് ആൻ ആറ്റം ഇൻ ആൻ എലമെന്റ്. നമുക്കത് കൂടുതൽ പഠിക്കാം. ഓക്കെ, സിംപ്ലി നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഒരു ഔട്ടർ ഷെല്ലിന്റെ, ഒരു ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിന്റെ അകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടോ, ഏറ്റവും പുറമെയുള്ള ഷെല്ലാണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ അകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അവരെയാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാലൻസ് ഇലക്ട്രോൺ ആയിരിക്കും മിക്കപ്പോഴും കെമിക്കൽ റിയാക്ഷൻസ്, മറ്റുള്ള എലമെന്റ്സുമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ H2O, NH3, CH4, ഇവിടെയൊക്കെ ഓക്സിജൻ, നൈട്രജൻ, കാർബൺ, ഇവരുടെയൊക്കെ വാലൻസി, ഇവരുടെയൊക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസിന്റെ നമ്പർ ഓക്സിജന്റെ, നൈട്രജന്റെ, കാർബണിന്റെ 2, 3, 4 എന്നുള്ള രീതിയിലായിരിക്കും. അതായത് ഓക്സിജന്റെ 2 ആയിരിക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്തുള്ള വാലൻസി, അതേസമയം നൈട്രജന്റെ ആണെങ്കിൽ 3 ആയിരിക്കും, കാർബണിന്റെ 4 ആയിരിക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസിന്റെ വാലൻസി. കാരണം ഇവിടെയെല്ലാം ഇങ്ങനെ വാലൻസി ഉള്ളത് കൊണ്ടാണ് ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്ത് വാട്ടർ ഉണ്ടായത്, കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടായത്. നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ റിയാക്ട് ചെയ്യുന്നതും, ദെൻ കാർബണും ഹൈഡ്രജനും തമ്മിൽ കമ്പൈൻ ചെയ്ത് CH4 ഉണ്ടാകും. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇത് കമ്പൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു വാലൻസ് ഇലക്ട്രോൺ. പക്ഷെ ഇവിടെ ഒരു റൂളുണ്ട്, ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ അകത്ത് ഒക്കുപ്പൈ ചെയ്യേണ്ട നമ്പർ അത്രത്തോളം ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ
ഫിൽഡ് ആണെങ്കിൽ, ഓക്കെ, സീറ്റ് ഫുള്ള് ഫില്ലാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ള എലമെന്റ്സുമായിട്ട് കമ്പൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, കെമിക്കൽ റിയാക്ഷൻ നടത്തേണ്ട ആവശ്യമില്ല. കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നതും രണ്ട് എലമെന്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടാകുന്നതിനും കാരണം ഈ പറയുന്ന ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ വാലൻസി, എലമെന്റ്സിൻ്റെ വാലൻസി ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി ഒരിക്കൽ കൂടെ പറയാം. ഈ എലമെന്റ്സിന് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലാണെങ്കിൽ, നമ്മൾ ഹീലിയത്തിൻ്റെ ഒരു ഫസ്റ്റ് ഷെല്ല് കെ എന്ന് പറയുന്ന ഷെല്ലിനകത്ത് 2 ഇലക്ട്രോണേ ഉള്ളൂ. ഓക്കെ, അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ അവർക്കിനി മറ്റുള്ള എലമെന്റ്സുമായിട്ട് റിയാക്ട് ചെയ്ത് ഒന്നും കിട്ടാനില്ല. ഓക്കെ, സോ ദർ ഇസ് നോ കെമിക്കൽ റിയാക്ടിവിറ്റി. അങ്ങനെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഫില്ലായിട്ടുള്ള സീറ്റുകളെല്ലാം ഫിൽഡ് ആണെങ്കിൽ അവർക്ക് കെമിക്കൽ ആക്ടിവിറ്റി ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി അല്ലെങ്കിൽ അവരുടെ ബാലൻസ് 0 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ അകത്ത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് അൺഫിൽഡ് ആണ് എങ്കിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അവിടെ എല്ലാവരും ഒക്കുപ്പൈ ചെയ്തില്ല എങ്കിലാണ് അവരെ നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അതിന്റെ വാലൻസ് 0 ആണ്. ഇനി the elements is completely filled, the valence is said to be completely filled valence shell called electronic configuration. Okay, അവർക്ക് ഒരു സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 0 വാലൻസി ആണെങ്കിൽ. ഇനി the main group of elements മാക്സിമം 8 ഇലക്ട്രോൺസ് ആണ് അവരുടെ വാലൻസി ഷെല്ല്. ഫസ്റ്റ് ഷെല്ലിൻ്റെ അകത്ത് 2 എണ്ണം, സെക്കൻഡ് ഷെല്ലിൻ്റെ അകത്ത് 8 എണ്ണം. അങ്ങനെ 8 എണ്ണം ഫില്ല് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കെമിക്കൽ ആക്ടിവിറ്റി ഇല്ല, അവരുടെ ബാലൻസ് 0 ആണ്, സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, ദേ ഹാവ് നോ കെമിക്കൽ ആക്ടിവിറ്റി. ഇനി സെക്കൻഡ് ഷെല്ലിൻ്റെ അകത്ത് ഇലക്ട്രോൺസിന്റെ നമ്പർ 6 ആണെന്ന് വെക്കുക. അവിടെ 8 ആണ് വരേണ്ടത്, പക്ഷെ അവിടെ 6 ആണ്. സോ അവിടെ 2 ഇലക്ട്രോൺസിന് ഉള്ള സീറ്റ് അവിടെ വേക്കൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് ബാലൻസ് ഓഫ് ദ എലമെന്റ് എന്ന് പറയുന്നത് 2 ആയിരിക്കും, കാരണം 2 സീറ്റ് ഉണ്ട്. ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം 8 ഇലക്ട്രോൺസ് ആണ് അതിന്റെ വാലൻസ് ഷെല്ലിൽ ഉണ്ടാകുന്നത്. സോ ഇതിനെ നമ്മൾ ഒക്ടറ്റ് റൂൾ എന്നും പറയാറുണ്ട്. കാരണം 8 ഒക്ടറ്റ് മീൻസ് 8 8 ഇലക്ട്രോൺസ് ആയിരിക്കണം അവിടെയുള്ളത്. ഈ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ വാലൻസി 0 ആയിരിക്കും. ഒക്ടറ്റ് റൂളിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസിന്റെ വാലൻസി 8 ആയിരിക്കണം. മാക്സിമം ഓഫ് 8 ഇലക്ട്രോൺസിന്റെ വാലൻസ്. ഓക്കെ, ഇനി അങ്ങനെ ഈ ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്തില്ല, ഈ 8 ഇലക്ട്രോൺസ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒക്ടറ്റ് റൂൾ അവിടെ ഒബേ ചെയ്യുന്നില്ല എലമെന്റ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന എലമെന്റിന് ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും എല്ലാ എലമെന്റ്സും. അപ്പോൾ അവർ മറ്റ് എലമെന്റ്സുമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് കമ്പൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അങ്ങനെ ഒരു ടെൻഡൻസി അവർക്കുണ്ടായിരിക്കും. അങ്ങനെയാണ് അവർ ആ ഔട്ടർ മോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ കടം മേടിക്കും, 2 ഇലക്ട്രോൺ അവരുടെ സീറ്റ് ഫില്ല് ചെയ്യാനായിട്ട് കടം മേടിക്കും, അല്ലെങ്കിൽ കയ്യിലുള്ളത് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് 8 എണ്ണമാണ് മാക്സിമം ഇലക്ട്രോൺ വേണ്ടത്. അതില്ല എങ്കിൽ, അത് കുറവാണെങ്കിൽ അവർ എങ്ങനെയെങ്കിലും അത് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി ഇഫ് ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ 4 or less than the valence or equal the number of valence electron. ഇപ്പോൾ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ അകത്ത് 8 എണ്ണം വേണമെന്ന് പറയും. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ 4 എണ്ണയുള്ളൂ. ഓക്കെ, 4 എണ്ണയുള്ളെങ്കിൽ അല്ലെങ്കിൽ പകുതിയിലും താഴെ 2 എണ്ണയേ ഉള്ളൂ, 1 എണ്ണയേ ഉള്ളൂ, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? പകുതിയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോണിനെ മറ്റേതെങ്കിലും ഒരു എലമെന്റിന് വിട്ടുകൊടുക്കും. മനസ്സിലായോ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ അകത്ത് 8 ഇലക്ട്രോൺ ഇല്ല, 2 ഇലക്ട്രോണോ 1 ഇലക്ട്രോണോ ഉള്ളൂ. അപ്പോൾ ഈ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇവർ ഈ പറയുന്ന ഇലക്ട്രോണിനെ അങ്ങോട്ടേക്ക് റിലീസ് ചെയ്യും, മറ്റാർക്കെങ്കിലും റിലീസ് ചെയ്യും, ലൈക്ക് കടം കൊടുക്കും. ഓക്കെ, അപ്പോൾ അതല്ലെങ്കിൽ 4ൽ കൂടുതൽ, ഇപ്പം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 8 എണ്ണം വേണം, അതിൻ്റെ പകുതിയുണ്ട്, 4 എണ്ണം ഉണ്ട്. 4 എണ്ണം ഉണ്ടെങ്കിൽ അവർ കൊടുക്കില്ല, അവർ
മേടിക്കും, അപ്പുറത്തുനിന്ന് മേടിക്കും, മറ്റാരുടെയെങ്കിലും ഏതെങ്കിലും എലമെന്റിന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഈ രീതിയിൽ അവർക്ക് എങ്ങനെയെങ്കിലും കൊടുത്തോ മേടിച്ചോ എങ്ങനെയെങ്കിലും ഈ ഒക്ടറ്റ് റൂള് കംപ്ലീറ്റ് ചെയ്യണം, ഒക്ടറ്റ് റൂള് ഒബേ ചെയ്യണം. സോ അപ്പൊ നമുക്ക് ഈ വാലൻസി ഓഫ് ഇലക്ട്രോൺ എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഇലക്ട്രോണിന്റെ വാലൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. ചിലപ്പോൾ അത് 4 ആയിരിക്കും, അല്ലെങ്കിൽ ലെസർ വാലൻസ് ഇലക്ട്രോൺ ആയിരിക്കും. ഓക്കെ, അപ്പം വാലൻസി എന്ന് പറയുന്നത് 8 ആണ്. നമ്മുടെ പ്രധാനപ്പെട്ട വാലൻസി 8 ആണ്. സോ 8 മൈനസ് ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഫോർ മോർ ദാൻ 4 വാലൻസ് ഇലക്ട്രോൺ. ഒന്നുമില്ല, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഒക്ടറ്റ് റൂൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ സ്റ്റെബിലിറ്റി കിട്ടത്തുള്ളൂ. സ്റ്റെബിലിറ്റി കിട്ടിയില്ലെങ്കിൽ അവർ മറ്റുള്ള വാലൻസി ഉണ്ടെങ്കിൽ മറ്റുള്ള കെമിക്കൽ റിയാക്ഷൻസിൻ്റെ അകത്ത് കമ്പൈൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത്. ഇനി നമ്മൾ വരുന്ന ചാപ്റ്ററിൽ ഇത് കൂടുതലായിട്ട് മനസ്സിലാക്കും. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് യുവർ സ്ട്രക്ചർ ഓഫ് ആറ്റം. ഓക്കെ.